ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ കാരണം ആർക്കാ വെളുക്കാൻ ആഗ്രഹമില്ലാത്തല്ലേ? ശരിക്കും പറയുന്നത് എനിക്കും വെളുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം കുറേ നാളായി നമ്മൾ ബ്യൂട്ടി ടിപ്സൊക്കെ കാണിച്ചിട്ട് ഇത് നേരത്തെ ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉടനടി റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ്. പക്ഷേ ഒരാഴ്ച അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ റിസൾട്ട് കിട്ടിയത് മാഞ്ഞു പോകത്തില്ല. ഉള്ള കാര്യം പറയുകയാണ്. അപ്പോൾ എന്തായിരിക്കും ആ അടിപൊളി ടിപ്സ് എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം വീഡിയോയിലോട്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാളത്തേക്കുള്ള ഹെയർ ഡേക്ക് ഉള്ള സാധനങ്ങളും എല്ലാം ഒരു അടിപൊളി ഹെയർ ഡേ ഉണ്ട്. അത് നാളെ കേട്ടോ, നാളത്തേക്ക് പറയാവേ. അപ്പോൾ അതിനുള്ള സാധനം എല്ലാം മേടിക്കാൻ പോയതും എല്ലാം കൂടെ കൂട്ടി കലർത്തിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം. അപ്പോൾ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ അടുക്കള പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ ടിപ്സാണ് ഇന്ന് നിങ്ങളെ അടിപൊളി ഉടനടി റിസൾട്ട് കിട്ടുന്ന ടിപ്സാണ്. എനിക്കും ചെയ്യണം, കുറച്ചായി ചെയ്തിട്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തില്ലായിരുന്നു. ഇതാ നമ്മുടെ ഹെയർ ഡേയുടെ നല്ല സൂപ്പറാട്ടോ ഞാൻ ചെയ്തത്, വലിയ നരയൊന്നും വരുന്നില്ല. അപ്പം ഇനിയും ഒരു ഹെയർ ഡേ അടിപൊളിയായിട്ടുള്ളതുണ്ട്, അത് മിക്കവാറും ഞാൻ നാളെ കാണിക്കും. അപ്പം ഇന്നുള്ള ടിപ്സിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ടിപ്സ് കാണിക്കാനുള്ള എൻ്റെ എല്ലാം തീർന്നിരിക്കുവാണ്. ഇതൊരു അടിപൊളി ടിപ്സാണ്, നല്ല റിസൾട്ട് കിട്ടുന്ന കേട്ടോ. അപ്പം ഞാൻ അതിനുള്ള സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് കാണാം. അപ്പം നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പാട്ടോ. കുറേ സാധനങ്ങൾ നിങ്ങളെ കാണിക്കണ്ടേ ഓരോ കാര്യങ്ങൾ. അപ്പം ഞാൻ കുറച്ചായി ഓരോന്ന് ചെയ്തിട്ട് അപ്പം നമുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇന്നലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അമ്മയായിട്ടുള്ള യാത്ര. ഇനിയും ഞാനും ചേട്ടനൊക്കെ ആയിട്ടുള്ള കുറേ വരുന്നുണ്ട്. അപ്പൊ ബൈ, പോയിട്ട് വരാം കേട്ടോ. പറ്റുവാണെ നമുക്ക് മരുന്നുകളെ ചെന്ന് കാണാം. ഇതാണ് നമ്മുടെ ചന്തക്കകം കേട്ടോ. ഔഷധി എന്ന് പറയുന്ന കട ലക്ഷ്യമാക്കാൻ പോവാണ്. അതാണ് ഔഷധി. ഇതപ്പം നമ്മളിതെല്ലാം മേടിച്ചു കണ്ടല്ലോ. പിന്നൊരു ജ്യൂസ് കുടിക്കാൻ കടയിൽ കയറി. അങ്ങനെ ഒരു ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് നമ്മൾ കുടിക്കാൻ വേണ്ടി മേടിച്ചു. 3 പാഴ്സലും മേടിച്ചിട്ടുണ്ട്. നമ്മുടെ 3 പാഴ്സല് ജ്യൂസ് എടുത്തു. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ മേടിച്ചു. അമ്മയ്ക്കും ചേട്ടനും കൊച്ചിനും ഉള്ള ജ്യൂസ് പാഴ്സലൊക്കെ മേടിച്ചു. ഇനി ഒരു കശവിൻ്റെ ഒരു കടയുണ്ട് ഇവിടെ. അപ്പം അതൊന്ന് നോക്കി പോവാട്ടോ. എന്താ കടകളൊക്കെ കണ്ടോ? അപ്പോൾ ആ കടയും കൂടെ ഒന്ന് നോക്കി പോവുകയാണ്. കാരണം ഒത്തിരി പട്ടുസാരിയൊക്കെ ഇരിപ്പുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ, ഉടുക്കത്തുമില്ല, ഒന്നുമില്ല. അപ്പോൾ അത് തിരിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എവിടെ സംഭവം എന്നുള്ളത്. തപ്പി നടക്കുവാണ്. ഏകദേശം കണ്ടതാ. ചേട്ടൻ സബലമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓറഞ്ച് 2 കിലോ 100 രൂപ. ഓ കണ്ടുപോയി. ഇതാണ് സംഭവം കണ്ട. അപ്പോൾ കശവിൻ്റെ കാര്യം ഏകദേശമൊക്കെ ചോദിച്ചു. കാരണം വെള്ളിക്കളർ വന്നാൽ എടുക്കും, ചെമ്പ് കളർ വന്നാൽ എടുക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം ചേട്ടനുമായിട്ട് വന്നിട്ട് സാരിയൊക്കെ കൊണ്ട് കൊടുക്കാം, നോക്കാം. അങ്ങനെ ഇനി നമുക്ക് വീട്ടിൽ പോകാം. എൻ്റെ വണ്ടി ഇതാ അവിടെ ഇരിപ്പുണ്ട്. ഇതാ കണ്ടോ, കാണാമല്ലോ, അവിടെ ഇരിപ്പുണ്ട്. ഇനി ക്രോസ് ചെയ്യട്ടെ.
വണ്ടി ഇതാ ഇരിക്കുന്നു. ഇനി നേരെ വണ്ടി എടുക്കുക, വീട്ടിലോട്ട് പോവുക. മുഖമൊക്കെ കരുവാളിച്ച് വെയിലെല്ലാം കൊണ്ട് അപ്പം അടിപൊളി ഒരു ടിപ്സും ചെയ്യാം. അത് സാധനം ഇതാ. അപ്പം എന്താ അവർക്കുള്ള പാഴ്സൽ കൊണ്ടുവന്നു. രണ്ടുപേര് കുടിച്ചു. ഇതാ ഒരാളടുത്ത എൻ്റെ ടിപ്സിൻ്റെ സാധനമൊക്കെ നോക്കുവാണേ. നോക്കിയെടുത്ത് വെച്ചടാ പുറത്തോട്ട്. എല്ലാം നല്ല ഒറിജിനൽ സാധനം. ഇതാ ചീമയ്ക്കാപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട്, നെല്ലിക്കാപ്പൊടി മേടിച്ചിട്ടുണ്ട്, പിന്നെന്താ നീലാമരി വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ അമ്മ നാച്ചുറൽ ഡേ ആയില്ലേ. ഇത് മൈലാഞ്ചിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ. ഇതാണ് അഞ്ജനക്കല്ല്. ഇത് വെച്ച് നാളെ ഒരു ഡൈ ഉണ്ട്, അടിപൊളി ഡൈ ആണ്. ഇതാ ചേട്ടന് കൊണ്ടുവന്ന്, ചേട്ടനും മോനും അമ്മയ്ക്കും ജ്യൂസ് കൊണ്ടുവന്നു. ചേട്ടൻ്റെ ജ്യൂസ് ചേട്ടൻ ഫസ്റ്റിൽ തന്നെ കുടിച്ചു. അപ്പോൾ ഇനി നമുക്ക് ടിപ്സിലോട്ട് പോകാം കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ. വായി നടക്കാൻ തോന്നില്ല, ടേസ്റ്റ് ആണല്ലേ. അപ്പോൾ കുടിച്ചോ. അപ്പം നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് സാധനങ്ങളെല്ലാം മേടിച്ച് കൊണ്ടുവന്ന് നിങ്ങളെ കാണിച്ചല്ലോ. അപ്പോൾ എൻ്റെ മുഖമൊക്കെ ഇന്ന് മുഴുവൻ വെയിലും കൊണ്ട് ഒരു പരുവായിട്ടുണ്ടാവും. അതുകൊണ്ടൊന്നുമല്ല, ഇന്ന് ടിപ്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ടിപ്സൊക്കെ ചെയ്യാം. ശരിക്കും നാച്ചുറൽ ഡൈക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. കുറച്ചൊക്കെ നരയൊക്കെ നിന്നാലും വേണ്ടുവല്ല, ഞാൻ നാച്ചുറൽ തന്നെ ചെയ്യത്തുള്ളൂ. നാളെ ഒരു അടിപൊളി നാച്ചുറൽ ഡൈവായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. കാരണം ഇന്ന് കടയിൽ പൂജാദ്രവ്യ ഈ സുഗന്ധദ്രവ്യ കടയൊക്കെ ഇല്ലേ, ഔഷധി അതൊക്കെ ഇല്ലേ, അവിടുന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞു തന്നല്ലോ അടിപൊളി. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന ഒരു നല്ല, അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നല്ലൊരു ഡൈയും കൂടെ ഞാൻ നാളെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എന്താണേലും ഞാൻ സൂപ്പർ ഉടനടി റിസൾട്ട് കിട്ടുന്ന നമ്മുടെ ടിപ്സിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വരിക കേട്ടല്ലോ. അപ്പം ഞാൻ നമ്മുടെ മുഖമൊക്കെ ദാ സൂപ്പറായിട്ട് കഴുകി തുടച്ചു. എന്താ നല്ല വൃത്തിക്ക് തുടച്ചു. മുഖം കഴുകി തുടച്ചു മുഖം കഴുകിയിട്ടും കണ്ണാടി നോക്കിയപ്പോഴാ, നോക്ക് പിള്ളേരെ, എൻ്റെ കറുത്ത കുത്തുകളൊക്കെ വന്ന് നിൽക്കുന്നത്. ഇപ്പം ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ഇടയ്ക്ക് കുറച്ചാകുമ്പം വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇത് ഒരാഴ്ച ചെയ്യേണ്ട ടിപ്സാട്ടോ. പിന്നെ കുറേ നാളത്തേക്ക് നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ട്, കൊറിയക്കാരുടെ സ്കിന്നില്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല ഗ്ലാസ് സ്കിന്നായിട്ട് വരും കേട്ടോ. ഇതാ ഇപ്പം മേടിച്ചുകൊണ്ട് വന്നാണ് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ. എല്ലാം എൻ്റെ തീർന്നായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ചായിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം ഇതിനു വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനെല്ലാം എടുത്തു വെച്ചിട്ട് പറയാം. അപ്പം നമുക്കിതിനായിട്ട് നമ്മുടെ മുഖമൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതിനായിട്ട് നമുക്ക് ഒരു 4 സ്പൂണ് ചോറ്, 4 സ്പൂൺ ചോറ് വേണ്ടിയവരെടുത്താൽ മതി. മുഖത്തും കഴുത്തേലും കയ്യേലും ഒക്കെ ചെയ്യാം കേട്ടോ. ചോറ് ഏതാണേലും കുഴപ്പമില്ല. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്യുക. പാലെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പാല് യോജിക്കുന്നുണ്ട്, ചിലവരുടെ സ്കിന്നിന് ഇനി പാല് പറ്റത്തില്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം കേട്ടോ. കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. അത് പറയുന്ന അങ്ങനെയാണ്. ഞാനൊരു സബ്സ്ക്രൈബർ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാ കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ദിവസമായി, അല്ല സൂപ്പർ റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ പാലാണ് ഉപയോഗിച്ചത്. എനിക്ക് എൻ്റെ സ്കിന്നിന് പാലിനൊന്നും പ്രശ്നമില്ല. എനിക്ക് ആകെപ്പാടെ തലയിൽ അലർജി വന്നത് ആ ഡൈയുടെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഈ പാലിന് ഒരു 5 മിനിറ്റ് ചോറുമായിട്ടൊന്ന് കുതിരട്ടെ. കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചിട്ട് വരാം. 5 മിനിറ്റ് ഇരുന്നിട്ട് അരച്ചിട്ട് വരാവേ. അപ്പം നമ്മൾ നമ്മുടെ ചോറിനെ ഇതാ അരച്ചോണ്ട് വന്നു. നല്ല നൈസായിട്ടിരിക്കണം കേട്ടോ. നൈസായിട്ട് കിട്ടിയില്ല നിങ്ങൾ എന്നാ വേണമെന്ന് വെച്ചാൽ ഇച്ചിരി അരിച്ചങ്ങ് എടുത്തോ, കുഴപ്പമില്ല. അരിച്ചില്ലേം കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി ഇതായിട്ടൊക്കെ ഇരിക്കുമെന്നേ ഉള്ളൂ. ഞാൻ ഏതായാലും അരിച്ചിട്ടൊന്നുമില്ല, നൈസായിട്ട് തന്നെ അരച്ചെടുത്തേ. ഇനി നമുക്കിതിനകത്തോട്ട് തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂള്, ഇവിയോ എന്ന് പറയുന്ന ഒറ്റ ഒരെണ്ണം മതി കേട്ടോ. ഒറ്റ വൈറ്റമിൻ ഇ ക്യാപ്സൂള് പൊട്ടിച്ച് ഒഴിക്കുക. നമുക്ക് ഒന്ന് പൊട്ടിച്ച് തരി പോലും കളയല്ല കേട്ടോ. ഇതൊക്കെ എത്ര രൂപ ആയതിനൊക്കെ നമ്മൾ എന്ത് കഷ്ടപ്പെടുന്ന. അപ്പം നമുക്ക് ഇതൊക്കെ ശരിക്കും ഒരു തരി പോലും, ഒരു തുള്ളിക്ക് ഒരു ഗുണമുണ്ട് കേട്ടോ. ഒറ്റ തുള്ളി ഇട്ടാൽ പോലും നല്ല ഗുണമാണ്. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇട്ട് ഇതാക്കി. പിന്നെ നമുക്ക് ഗ്ലിസറിൻ ഇത് കുറച്ചായി ഞാൻ മേടിച്ച് വെച്ചിട്ട്, ഡേറ്റ് ഒക്കെ ഇപ്പോൾ 2026 ഡിസംബർ വരെ ഉണ്ട് കേട്ടോ.
നമുക്ക് ഗ്ലിസറിനും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഗ്ലിസറിൻ വേണ്ടിയവർ ഒഴിച്ചാൽ മതി, സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം കേട്ടോ. വലിയ നിർബന്ധമൊന്നുമില്ല. ഗ്ലിസറിൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലോ ആയിട്ട് നമ്മുടെ സ്കിന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നിനുമല്ല. ഞാൻ എന്താണേലും ഒരു ശകലം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അന്ന് ചെയ്തപ്പോൾ ഒഴിച്ചു കൊടുത്തതാണ്, ചൂടെടുത്തിട്ടില്ല. അപ്പം നമ്മുടെ ബാക്കി വരുന്ന ടാബ്ലറ്റൊക്കെ എടുത്ത് വെച്ചേര്. നമുക്കിനി ഇതിനൊക്കെ ആവശ്യമുള്ള അല്ലേ. അപ്പം നന്നായിട്ട് ഒന്നുകൂടെ വിയർത്ത് മുഖം നല്ലതായിട്ടൊന്ന് തുടച്ചേക്കാം. ഇപ്പം എൻ്റെ മുഖം എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇതാ നോക്കിക്കേ, ഒരുമാതിരി ഇരുണ്ട് അല്ല, ഭയങ്കര ചുമന്ന് തുടുത്തായിരുന്നു. അങ്ങനല്ല പറഞ്ഞു കേട്ടോ. ഈ ഒരുവിധം വല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോഴത്തെ റിസൾട്ട് നിങ്ങൾ അറിയണ്ടേ, അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. നന്നായിട്ട് ഒന്നിച്ച് യോജിപ്പിക്കുക. ഇതിനകത്തോട്ട് ഒന്നും വേണ്ട കേട്ടോ. എന്ത് എളുപ്പമുള്ള ഇതാ. എന്നും ഒരാഴ്ച മുഴുവൻ ചെയ്ത് നോക്കിക്കേ, നിങ്ങളുടെ സ്കിന്നിൻ്റെ ഒരു വിശേഷം നമുക്ക് കാണാൻ പറ്റും. നല്ലതായിട്ട് തേച്ച് കൊടുക്കുക. ചോറൊക്കെ ഇടയ്ക്ക് അരയാതുണ്ടെന്നുണ്ടെങ്കിൽ സാരമില്ല, പരിഹരിക്കാം. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് അരച്ചിട്ട് ഒന്ന് ഒരു മിക്സിയിൽ ഒരു ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് പിഴിഞ്ഞൊക്കെ എടുത്താലുണ്ടല്ലോ, നല്ല ജ്യൂസ് പരുവത്തിൽ നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതിനും മടിയൊക്കെ ആണെങ്കിൽ, എന്നെപ്പോലെ ഇച്ചിരി മടിയാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ. അപ്പം ഇങ്ങനെയാണേലും പ്രയോജനം കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്. നല്ല പ്രയോജനം കേട്ടോ. ഇത്ര എനിക്ക് എന്തിനാണെന്നറിയാവോ, എനിക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ച് റിസൾട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്നായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ, മുഖത്ത് കഴുത്തേൽ ഒക്കെ ഞാൻ ഇടും കേട്ടോ. എനിക്ക് ഇടണം, അല്ലെങ്കിൽ ഇനി അത് വേറെ രീതിയായിപ്പോവും. കഴുത്തും കയ്യും ഒക്കെ കയ്യിലിട്ടാൽ നല്ല ഗുണം കിട്ടും കേട്ടോ, നല്ല ഗ്ലോ. നമ്മൾ കണ്ടിട്ടില്ലേ, കൊറിയക്കാരാണെങ്കിലുണ്ടല്ലോ, അവരാണ് സ്കിന്നിന് വേണ്ടിയിട്ട് ഇഷ്ടംമാതിരി ഇത് കളയുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, അവർക്ക് ഓൾറെഡി അവരുടെ സ്കിൻ അങ്ങനെ ഇരിക്കുന്നത് അല്ലേ, പിന്നെ ലോകം മുഴുവൻ കൊറിയക്കാർ അങ്ങനെ ഇരിക്കുമോ? ശരിയല്ല ഞാൻ പറഞ്ഞേ. അല്ലാണ്ട് കൊറിയക്കാരുടെ സ്കിന്നിൻ്റെ രഹസ്യം എന്ന് പറയാനൊന്നുമില്ല. അവർ ജനന അവരുടെ ശരീരത്തെ, അവരുടെ സ്കിന്ന് ജനിക്കുമ്പോഴേ അവരുടെ അച്ഛനമ്മമാരല്ല ആദ്യം അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അതിൻ്റെ പുറകെ അവർക്ക് മക്കളുണ്ടാകുമ്പോൾ ആ മക്കൾക്കും അതേ സ്കിന്നല്ലേ വരുന്നത്. പിന്നെ ഇച്ചിരി ഗ്ലോയും അതൊക്കെ കിട്ടാൻ ഞാൻ പറഞ്ഞില്ല, അന്ന് ഞാൻ പോയപ്പോൾ കണ്ട കാര്യമാണ്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെയ്തുകൊണ്ട് അങ്ങനെ ആവണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നന്നായിട്ടുണ്ടല്ലോ, നമ്മളിത് ശരിക്കും അപ്ലൈ ചെയ്ത് ഇത് ഒന്ന് അരിച്ച് പിഴിഞ്ഞൊക്കെ എടുക്കുകയാണെന്നുണ്ടല്ലോ, നന്നായിട്ട് മുഖത്ത് പിടിച്ചിരിക്കും. അന്ന് ഞാൻ ചെയ്തപ്പോൾ നല്ലതായിട്ട് അരിച്ചൊക്കെ ചെയ്തേ. ഇന്നിപ്പോൾ ഇച്ചിരി പോയിട്ടൊക്കെ വന്നുകൊണ്ട് ഇച്ചിരി മടിയായിപ്പോയി. പിന്നെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരണ്ടേ, അതുകൊണ്ടാണ് ഞാനിത് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ശരിക്കും ആ കറുത്ത കുത്തൊക്കെ ഉണ്ടല്ലോ, ഇത്രയും ദിവസമായില്ലേ ഒന്നും ചെയ്യാതിരുന്നിട്ട് കറുത്ത കുത്തൊക്കെ ഉണ്ടല്ലോ പൊങ്ങി വന്നു ശരിക്കും. ഇതൊക്കെ നാച്ചുറൽ കാര്യമല്ലേ. ഈ തലയിലെ ആണെങ്കിലും നാച്ചുറൽ ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് നര പൊങ്ങി വരുന്നത്. നര വന്നാലും പിന്നെ ചെയ്ത് നരയ്ക്കൊരു ശമനം കിട്ടും കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. എന്താണേലും ഇന്നിപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഔഷധിയിലെ പുള്ളി പറഞ്ഞു കുറേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നര ശരിക്കും മാറുമെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്രായമുള്ളവരുടെ നര മാറുമെന്ന് ഉദ്ദേശിച്ചേക്കുന്നത് നരച്ച മുടി കറക്കുമെന്നാണ് പറഞ്ഞത് പെട്ടെന്ന് കേട്ടോ. കുറേ നാളത്തേക്ക് നിൽക്കുമെന്ന്. കൊച്ചു പിള്ളേർക്കാണെങ്കിൽ പിന്നെ നരയായിട്ട് വരത്തില്ല, അവർക്ക് കറുത്ത മുടിയായിട്ട് തന്നെ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. നാച്ചുറൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നരയുള്ളവർക്ക്, കുഞ്ഞു പിള്ളേർക്കൊക്കെ നരയ്ക്കുന്നവരില്ലേ, അവരുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. കണ്ട, അപ്പം ഇതിങ്ങനെ ഇരുന്നിട്ട് ഒരുവിധം ഉണങ്ങത്തില്ലേ. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കൈയൊക്കെ ഒന്ന് നനച്ചിട്ട് മസാജ് ചെയ്ത് ഇത് നോക്കി. ഇവിടുത്തെയൊക്കെ മുടി കറുത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്. ഇന്നലെയായിരുന്നോ ഞാൻ ചെയ്തത്? ഇന്നലെയായിരുന്നോ? അല്ല ഇന്നലെയല്ല, മിനിഞ്ഞാന്ന് ചെയ്തിട്ടെന്താ വെളുത്തൊന്നും ഇല്ലല്ലോ, ശരിക്കും കറുത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പം ഇതൊരു 10-20 മിനിറ്റ് ഒരുവിധം ഉണങ്ങത്തില്ലേ. അപ്പം വെള്ളം ഒന്ന് നനച്ചിട്ട് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്തിട്ട് കഴുകിക്കളയണം. അപ്പോൾ ഉണങ്ങിയിട്ട് നമുക്ക് കാണാം കേട്ടോ. പിന്നെ ഉണങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.
എൻ്റെ ഫസ്റ്റ് തന്നെ ആശാ TV പാവം, എന്തും വേണ്ടി സ്നേഹം, എല്ലാവർക്കും സ്നേഹം തന്നെ കേട്ടോ. ചിലവർ പ്രത്യേകമായിട്ട് കമൻറ്റ് കുറേ നീട്ടിയിടും. ഞാൻ തന്നെ ഓർക്കും കഷ്ടം, എന്ത് കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ വീഡിയോ കാണാനുള്ള ഇൻട്രസ്റ്റ്, എൻ്റെ ചേച്ചിയുടെ വീഡിയോ ഞാൻ നോക്കിയിരിക്കുക എന്നൊക്കെ എന്നോട് പറയാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാരുടെ ഉണ്ട്, ഞാൻ പറയാം കേട്ടോ. ഞാൻ പേരൊക്കെ നോക്കിയിട്ട് പറയാവേ. ടിപ്സ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പം ഇത് കഴിഞ്ഞ് നമുക്ക് ഉണങ്ങിയിട്ട് കഴുകിയിട്ടല്ല ഉണങ്ങിക്കഴിഞ്ഞ് നമുക്ക് കാണാം. പിന്നെ ഇന്നത്തെ പാചകമൊന്നും പറഞ്ഞില്ലല്ലോ. പാചകം ഞാൻ നല്ല അടിപൊളി ഒരു വെള്ളരിക്കയും മാങ്ങയും ശകലം തൈരും കൂടെ അതിൻ്റെ കൂടെ ചേർത്തു, തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ട് തൈരും കൂടെ ചേർത്ത് നല്ല ഒരു കടുകൊക്കെ വറുത്ത് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കി വെച്ചു. പിന്നെ തോരൻ വെച്ചു. പിന്നെ പാവയ്ക്കാക്കിച്ചടി വെച്ചതിൻ്റെ ഒക്കെ ഇരിപ്പുണ്ട്, എല്ലാം തീർക്കണം പഴയതിനെ. കാരണം മോൻ നാളെ വരുമല്ലോ, അവന് ഒന്നും പുളിയല്ലേ നമ്മൾ കൊടുക്കുന്നത്. അവനില്ലാത്ത സമയം ഞങ്ങൾ ഈ പഴയതൊക്കെ എടുക്കുന്നത്. പിന്നെ നാളെയല്ല മറ്റന്നാൾ രാത്രിയിലാണ് അവൻ പോകുന്നത് കേട്ടോ, മലയ്ക്ക് പോകുന്നത്. വെള്ളിയാഴ്ച രാത്രി 13-ാം തീയതി. നാളെ സന്ധ്യയാകുമ്പം വരും ഓഫീസിൽ നിന്ന്. 13-ാം തീയതി വെള്ളിയാഴ്ച രാത്രിയിൽ പോയിട്ട് രാവിലെ ചെല്ലുമല്ലോ ശബരിമലയിൽ. വെളുപ്പിനെ ചെന്ന് തൊഴിലും കഴിഞ്ഞ് അപ്പം തന്നെ തിരിച്ചു പോരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്ക് ഉണങ്ങിയിട്ട് കാണാവേ. അപ്പം നമ്മൾ ഇട്ടിട്ട് ഇതാ നോക്കിക്ക, 20 മിനിറ്റായി. നമുക്ക് കഴുകിയിട്ട് നമുക്ക് കാണാം കേട്ടോ. കഴുകാൻ വേണ്ടി നമ്മുടെ ഇവിടെ അല്ലേ വാഷ് ബേസ്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പം ആദ്യം ഫസ്റ്റിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടേ, ഒന്ന് കയ്യെ നനച്ചിട്ട്. പക്രു ആരാ നോക്കുന്നു കേട്ടോ, ഞാനിവിടെ ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്നു. പക്രു നിനക്ക് ചെയ്യണോടാ? അവന് ബ്യൂട്ടി ടിപ്സ് ചെയ്യണം കേട്ടോ. എന്നാ പരിപാടിയാന്ന് പറഞ്ഞു നോക്കിക്കോ. അപ്പം നമ്മളിങ്ങനെ നന്നായിട്ട് നനച്ചിട്ട് വേണം, ഇങ്ങനെ വേണം മസാജ് ചെയ്യാൻ കേട്ടോ. മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകിയിട്ട് കാണാം കേട്ടോ. നമ്മൾ കഴുകിയിട്ട് വന്നു കേട്ടോ. കഴുകി നല്ലതായിട്ടൊന്ന് തുടച്ച് വന്നപ്പോ തന്നെ നോക്കിക്കേ, ശരിക്കും ഗ്ലാമർ ആയില്ലേ? ഇതൊക്കെ ആവുമ്പോ പേടിക്കണ്ടല്ലോ. നാച്ചുറൽ, അതായത് ഇതിനകത്ത് എന്നൊക്കെ ഉൾപ്പെടുന്നറിയാം. ചോറ്, ഒരു ക്യാപ്സൂൾ നമ്മുടെ വൈറ്റമിൻ ഇ ഇല്ലേ അത്, പിന്നെ വേണ്ടിയവര് ഗ്ലിസറിൻ ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി ഗ്ലോ കിട്ടാൻ വേണ്ടിട്ട്. പാലും, ഇത്രേ ഉള്ളൂ. നല്ലതല്ലേ? സൂപ്പർ ആയിട്ട് നല്ല ഗ്ലാമർ ആയി. ഞാൻ അന്നേ ഞാൻ പറഞ്ഞില്ലായിരുന്നു, നീയാന്ത വീഡിയോ അല്ലായിരുന്നു ഞാൻ ഡൈ ചെയ്തപ്പോഴേക്കും നമ്മൾ നാച്ചുറൽ ആണ്. നമ്മുടെ ശരീരത്തിലെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ചെയ്താൽ നമുക്കല്ലേ കുറച്ച് വ്യൂസ് കിട്ടുമെന്നും പറഞ്ഞ് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഫേസ് ടു ഫേസ് നേരെ പോന്നുള്ള ഇതേ നമ്മുടെ ഫ്ലോ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഫേസ് വ്യൂസ് കിട്ടിയാൽ കിട്ടട്ടെ, കിട്ടിയില്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. പക്ഷെ വ്യൂസ് കിട്ടിയാലില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിലും നമ്മുടെ വ്യൂസ് നോക്കുന്ന ആൾക്കാർ എല്ലാവർക്കും അറിയാം നമ്മൾ ഇറ്റ്സ് ഒറിജിനൽ. അതുകൊണ്ടാണ് നമ്മൾ ഒറിജിനൽ. നമുക്കിപ്പം അങ്ങ് ഇതായിട്ടൊന്നുമില്ല, നമ്മൾ ഒറിജിനൽ ചെയ്തിട്ട് നമ്മുടെ സ്കിൻ വെറുതെ കളഞ്ഞിട്ട് നമ്മൾ വേറുള്ള നാച്ചുറൽ ഇല്ലാത്ത കെമിക്കലൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവേ. നേരത്തെ മുഖവും ഇപ്പോഴത്തെ മുഖവും കൂടെ നിങ്ങൾ നോക്കിക്കേ. ഞാൻ ഇപ്പൊ ചെയ്ത ആ ഒരു ടിപ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നോക്കിക്കേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇനി കുറച്ച് ആൾക്കാർ നമുക്ക് ഹായ് പറയാനും പിന്നെ കുറച്ച് ആൾക്കാർ എന്നെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ പേരൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ പറയാവേ. അപ്പൊ ഞാൻ കുറച്ച് ആൾക്കാരുടെ കേട്ടോ, പഴയ ആൾക്കാരുടെ അല്ല കേട്ടോ, കുറച്ച് പുതിയ ആൾക്കാരുടെയാണ്. പഴയ ആൾക്കാർ എപ്പോഴും നമുക്ക് പഴയത് തന്നെ എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നറിയാം. പുതിയ ആൾക്കാരുടെ കുറച്ച് ആൾക്കാരുടെ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ച് ആൾക്കാരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ ബേബി വിനോദിനി എന്ന് പറയുന്ന സബ്സ്ക്രൈബർ പറഞ്ഞിരിക്കുന്നു, ഇന്നലെ ഇട്ട അമ്മയും ഞാനും കൂടി ഇട്ട ഷോപ്പിംഗ് അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് എല്ലാവിധ നന്മകളും നേരുന്നു, അച്ഛനെയൊക്കെ ഓർക്കാൻ സാധിച്ചു ആ സബ്സ്ക്രൈബറിന്റെ എന്ന് പറഞ്ഞു. അച്ഛനെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് അവരെയൊക്കെ ഓർത്തു എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു മെസ്സേജ് എനിക്ക് തന്നിരുന്നത്. പിന്നെ നമ്മുടെ ലീലാമണി എപ്പോഴും എൻ്റെ വീഡിയോ എല്ലാം കണ്ട് നല്ല ഒരു അഭിപ്രായമൊക്കെ പറയാറുണ്ട്. പിന്നെ നമ്മുടെ ഉദയ നായർ അത് എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബറെ ചോദിച്ചു ഇന്നലെ, അമ്മയ്ക്ക് മുട്ടുവേദന ഉണ്ടോന്ന്. ഇല്ല കേട്ടോ, മുട്ടുവേദന ഒന്നുമില്ല, അല്ലാത്ത വേദനകളൊക്കെ ഉള്ളൂ. എപ്പോഴും അവിടെ ഇവിടെയൊക്കെ വേദനയാണ്, മുട്ടുവേദനയൊന്നും പറഞ്ഞില്ല കേട്ടോ.
പിന്നെ പ്രായമായില്ലേ, അതിൻ്റെതായ വേദനകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഒരു വീഡിയോ ചാനൽ ചെയ്യുന്ന ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്യുന്ന ആണ്. അപ്പം എപ്പോഴും നല്ല അതോ ഒരു മടിയില്ലാതെ നീട്ടി അങ്ങ് കമന്റ് എഴുതും കേട്ടോ. അതിന് തന്നെ എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഫ്ലവേഴ്സ് ചാനലുള്ളതാണ് പുള്ളിക്കാരിക്ക്. അപ്പം എല്ലാവരും കാണാത്തവരെല്ലാം പോയി കണ്ടോണം, നല്ല ചാനലാണ് കേട്ടോ. അപ്പം അതിന് ഭയങ്കര ഒരു ഇത് കേട്ടോ. എനിക്ക് ഒരു മടിയില്ലല്ലോ, അത്രയും നീട്ടിക്കെട്ടി ഫുൾ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ പ്രിയ വിനോദ് എൻ്റെ ചാനൽ കാണുന്ന എനിക്ക് എപ്പോഴും വിടുന്നുണ്ട് മെസ്സേജ്. ശ്രീദേവി റാം എന്നെ പിന്തുടരാൻ പോവാന്നാ പറഞ്ഞ കേട്ടോ. ഈ നാച്ചുറൽ ഡയറ്റ് ഉറപ്പായിട്ടും പിന്തുടർന്നു കേട്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഷൈനി തങ്കച്ചൻ എപ്പോഴും എൻ്റെ വീഡിയോ കണ്ട് ഇടാണ്ട്. മിസ്രിയ സബീറാണോ ചേച്ചി, ഇത് കയ്യോന്നിയാണോ മിനിഞ്ഞാന്ന് ഡൈ ചെയ്യുന്നതിനകത്ത്? അല്ല മക്കളെ, കയ്യോന്നി അല്ല കേട്ടോ, അത് നീലാമരി കേട്ടോ. അതിന്റെ പൊടിയായിരുന്നു ഇട്ടത്. നീലാമരി ആയിരുന്നോ ഞാൻ ഓർക്കുന്നില്ലല്ലോ, നീലാമരി ആയിരുന്നോ നെല്ലിക്കപ്പൊടിയായിരുന്നോ? നീലാമരി അല്ലേ. അപ്പൊ അതിന്റെ ആയിരുന്നു ഇട്ട. പല നാച്ചുറൽ ഡൈ ചെയ്യുന്നോണ്ട് നമുക്കെല്ലാം മാറിപ്പോയി. എന്താണേലും കയ്യോന്നി അല്ല കേട്ടോ. പിന്നെ നമുക്ക് ഉഷ രാജശേഖരൻ എപ്പോഴും കാണുന്നതാണ്. ഇത്രയും ആൾക്കാർ നമ്മുടെ വീഡിയോ എല്ലാം കാണുന്നതാണ്. അതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് നന്ദിയുണ്ട്. ഇനിയും ഇവര് തന്നെയല്ല, ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വീഡിയോ എല്ലാം കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 44,000 ശിഷ്ടമായി. അതിന് തന്നെ വലിയൊരു താങ്ക്സ് കേട്ടോ. എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ഭയങ്കര നന്ദിയുണ്ട്. 44,044 ഇന്നലെ രാത്രിയിൽ ഞാൻ ഒന്ന് നോക്കിയതാണ്. കാരണം എപ്പോഴും ഇപ്പം നോക്കുന്നില്ല. ഫസ്റ്റില് നമ്മൾ എപ്പോഴും നോട്ടമല്ലായിരുന്നു, ഉറക്കത്തിലും രാത്രിയിൽ അലാറം വെച്ചിട്ടായിരുന്നു. എന്നാ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് നോക്കുന്ന തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയോന്ന്. 1:15 അലാറം വെച്ചിട്ട് അയ്യോ ഇന്നും എല്ലാം കയറിയിട്ടുണ്ടോ, എന്തൊക്കെ വട്ടായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും വാച്ച് ഹവേഴ്സ് എത്രയാ, 4000 വാച്ച് ഹവേഴ്സ് വേണമല്ലോ നമ്മുടെ മോണിറ്റൈസേഷൻ ആകണമെന്നുണ്ടെങ്കിൽ. അപ്പോഴുും അലാറം വെച്ചിട്ട് നോക്കും മോണിറ്റൈസേഷന്റെ എവിടം വരെയായി നമ്മുടെ വാച്ച് ഹവേഴ്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും. ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് 1000 കഴിഞ്ഞ് മോണിറ്റൈസേഷൻ എല്ലാം കഴിഞ്ഞേ പിന്നെ സത്യം ഞാൻ പറയാണ്, സബ്സ്ക്രൈബേഴ്സിനെ ഇപ്പൊ നോക്കുന്നില്ല. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ എടുത്തു നോക്കിയപ്പം 44,044K കണ്ടു. നമ്മുടെ പ്രീതിദിലീപാണ് ഫസ്റ്റ് 50 അതാ നോക്കിയിരിക്കുമായിരിക്കും പറയാനിരിക്കുന്നത്. കാരണം എപ്പോഴും നമുക്ക് കൺഗ്രാറ്റ്സ് വിടാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ നോക്കിയപ്പോ 44,044 സബ്സ്ക്രൈബേഴ്സ് വന്നേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങളാണ് എത്തിച്ചു തന്നത് കേട്ടോ. അപ്പം ശരിക്കും ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടം വെച്ച് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.